ഹലോ. ഇതൊരു പ്രോഡക്റ്റ് വീഡിയോ അല്ല കേട്ടോ. ഞാൻ സൂര്യ, മന്ത്ര ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ്. ഞാൻ ഇതുവരെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇത് വന്നിട്ടില്ല. നോർമലി ഞാൻ വരുന്നു, പ്രോഡക്റ്റ് വീഡിയോസ് കാണിക്കുന്നു, അങ്ങനെ അത്രയേ ഉള്ളൂ. വേറെ അല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കുകയോ ചാറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നിട്ടില്ല. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷേ ഫസ്റ്റ് ടൈം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. എൻ്റെ പേജിൻ്റെ അല്ലെങ്കിൽ മന്ത്ര ഡിസൈൻസ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനത്തിനെ വിശ്വസിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിന് എനിക്ക് അറിയിക്കണമെന്ന് തോന്നി. അതാണ്. ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ പല വീഡിയോയുടെ താഴെയും പോസിറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ട്, അതെല്ലാവർക്കും അറിയാം. നെഗറ്റീവ് കമൻസ്, അതായത് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് മാസങ്ങളായി ഇതുവരെ പ്രോഡക്റ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ടിൻ്റെ കണക്കുകൾ, ഇത്ര രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അങ്ങനെ ഒത്തിരി കമൻസുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ അതിന് കൃത്യമായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു, അവരുടെ കോൺടാക്ട് നമ്പർ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബുക്കിങ്സും ഞങ്ങൾ എടുത്തിട്ടില്ല. നമ്മുടെ ഒരു രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ലിസ്റ്റ് ഉണ്ടാവും, നമുക്ക് എപ്പോഴും രജിസ്റ്റേർഡ് നമ്പർ കാണുമല്ലോ, കസ്റ്റമർ ID കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു IDയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്കിങ്ങോ ഒന്നും തന്നെ മന്ത്ര ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അത് ഒരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ പറ്റുന്നിടത്തോളം ഞങ്ങൾ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരെ നമ്മളത് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളല്ല അത്, നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ്, നിങ്ങൾ വേറെ ആർക്കുമാണ് പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത്. ആദ്യമൊന്നും അവർ അങ്ങനെ വിശ്വസിച്ചില്ല. പിന്നെ നമ്മൾ കാര്യകാരണങ്ങൾ, നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ, കാര്യം അവർക്ക് അറിയില്ലല്ലോ, അറിയാതെ സംഭവിക്കുന്നതാണ്. കയ്യിൽ നിന്ന് പൈസ പോയി, സാധനം കൈ കിട്ടുന്നില്ല. അതും 500ഉം 1000ഉം ഒന്നും അല്ല, നല്ല നല്ല വലിയ വലിയ എമൗണ്ടുകളാണ്. അപ്പോൾ ഓരോരുത്തരും കഷ്ടപ്പെടുന്ന പൈസയല്ലേ, അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി പിന്നെ ഒരു വിവരവും ഇല്ല എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടാൻ വൈകുമ്പോൾ നമ്മളിപ്പോൾ അവരെ കൃത്യമായിട്ട് മാം ഇതാണ് റീസൺ, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും. ഓക്കെ, സേഫാണ്, നമ്മുടെ പ്രോഡക്റ്റ് കിട്ടും. അപ്പം ഇങ്ങനെ ഒരു റിപ്ലൈ ഇല്ലാതെ വരുമ്പോൾ നോർമലി അവർ ടെൻഷൻ അടിച്ചു പോകും. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള കമൻസ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഒരു കമൻറ്റ് നമ്മൾ അന്വേഷിക്കുകയും അതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ ഒരു കസ്റ്റമറെ നമുക്കില്ല. അങ്ങനെ ഒരുപാട് കമൻസ് ഇങ്ങനെ വന്നു. നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഓരോരുത്തരെ ഞങ്ങളിങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളല്ല വാങ്ങുന്നത്, ഞങ്ങളല്ല അങ്ങനെ ഒരു പേയ്മെൻറ്റ് വാങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ പ്രൂഫ് സഹിതം നമ്മൾ അവരെങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായപ്പോൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പല കസ്റ്റമേഴ്സും ചോദിച്ചു, അയ്യോ സൂര്യ എന്ത് പറ്റി, അങ്ങനെ എന്താണ് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നത്, അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പം കുറച്ച് പേരോടൊക്കെ ഞാൻ പേഴ്സണലി കാര്യം പറഞ്ഞു, മാം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഇത് അങ്ങനെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടപ്പോഴത്തേക്കും അത് ഒരു കണക്കിന് നമുക്ക് നല്ലതായിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾക്ക് പേഴ്സണലി നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് ഈ പറയുന്ന മെസ്സേജസ് ഞങ്ങൾക്ക് പേഴ്സണലി വന്നു തുടങ്ങി. അതായത് ഇങ്ങനെ ചാറ്റിൻ്റെ പ്രൂഫ് സഹിതം ഇങ്ങനെ പേയ്മെൻറ്റ് വാങ്ങുന്നത്. അവസാനം ഞങ്ങൾ അതിൻ്റെ പുറകെ പോയി എന്നുള്ളതാണ് കാര്യം. നമുക്കത് കണ്ടെത്തണമല്ലോ. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ തന്നെ പേര് ഉപയോഗിച്ചിട്ട്, മന്ത്ര ഡിസൈൻസ് എന്ന് പറയുന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ നെയിമും ഞങ്ങളുടെ പേജ് ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് മറ്റ് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ സെയിൽസ് നടത്തുന്നുണ്ടെന്നുള്ളത്. അത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഇപ്പം കസ്റ്റമേഴ്സ് അന്വേഷിച്ച് വരുമ്പോൾ നമ്മുടെ പേജിലോട്ടാണ് അവരെത്തുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജസും നമ്മുടെ തന്നെ സാധനങ്ങളും ഒക്കെയാണ് അവർ ആ ഗ്രൂപ്പുകളിൽ കസ്റ്റമേഴ്സിനെ കാണിക്കുന്നതും കാശ് വാങ്ങുന്നതും. പക്ഷേ ഐറ്റംസ് ഒന്നും, പ്രോഡക്റ്റ് ഒന്നും അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കൈകളിൽ എത്തുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ പേര് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ പേയ്മെൻറ്റ്സ് മൊത്തം കളക്ട് ചെയ്യുന്നത്. ഇതിപ്പം ഇങ്ങനെയുള്ള അബദ്ധം പറ്റിയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവർ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന ഒരു GPay നമ്പർ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അങ്ങനെ ഒരു പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഞങ്ങളുടെ പേരിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രൂഫ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഇനിയും ഞങ്ങളുടെ പേരിൽ അങ്ങനെ ആരെയും പറ്റിക്കാനായിട്ട് ഞങ്ങൾ അവസരം കൊടുക്കില്ല.
ഞാൻ ആ നമ്പർ ജിപേ നമ്പർ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് നോക്കുക കേട്ടോ. 9526624502 9526624502 ഇതാണ് നമ്പർ എന്ന് പറയുന്നത്. ഈ ജിപേ നമ്പർ യൂസ് ചെയ്താണ് ഇവർ പേയ്മെന്റ്സ് കളക്ട് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് മെസ്സേജസ് എനിക്ക് ഡെയിലി വരുന്നുണ്ട്. കസ്റ്റമേഴ്സിന് എന്താണ് ഡീറ്റെയിൽസ് അവർ അയച്ചു കൊടുക്കുന്നു, കസ്റ്റമർ ഇവർക്ക് പേയ്മെന്റ് ചെയ്യുന്നു. പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ യാതൊരു റെസ്പോൺസും ഇല്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഒന്നുമില്ല. മന്ത്ര ഡിസൈൻസ് എന്ന് പറഞ്ഞ നമ്മുടെ അതായത് പേരിന്റെ സ്പെല്ലിംഗ് പോലും അവർ അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കസ്റ്റമേഴ്സ് നേരെ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പേജാണ് വരുന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് നമ്മളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള കമന്റ്സും കാര്യങ്ങളും വരുന്നത്. അപ്പം ഈ എന്നെ കോൺടാക്ട് ചെയ്ത എല്ലാ കസ്റ്റമറോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലീഗലി കംപ്ലൈൻറ്റ് മൂവ് ചെയ്തോളൂ, പ്രശ്നമല്ല. കാരണം നമ്മളും ഈ പറയുന്ന ടീമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് ലീഗലി കംപ്ലൈൻറ്റ് മൂവ് ചെയ്യാം. പക്ഷെ അപ്പോൾ നമ്മൾ ലീഗലി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. അപ്പം ഇനിയെങ്കിലും ആരും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. മന്ത്ര ഡിസൈൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 8089023345. അത് എല്ലാ വീഡിയോസിലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പർ വഴി മാത്രമാണ് നമ്മൾ ബുക്കിംഗ് എടുക്കുന്നതും. ജിപേ നമ്പർ ചോദിക്കുമ്പോഴത്തേക്കും പലർക്കും ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു നമ്പറാണ് നമ്മുടെ ഒരു രജിസ്റ്റേർഡ് നമ്പർ, ആ ഒരു നമ്പർ വഴിയാണ് നമ്മൾ പേയ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അതും മന്ത്ര ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ ബേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഇതിലൊന്നും പോയി പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പേ കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുക. കാര്യം ഞങ്ങൾ അവിടെ ഹെൽപ്ലെസ് ആണ്. ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് വരുമ്പോൾ അത് നമുക്ക് നിയമത്തിന്റെ സഹായം തേടുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുക്കുക, പക്ഷെ അത് വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ എല്ലാ കസ്റ്റമേഴ്സും ദയവായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഇനിയെങ്കിലും നമ്മൾ ഇതൊന്ന് അലേർട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ പലർക്കും സംഭവിക്കും. എല്ലാവരും കഷ്ടപ്പെട്ടാണ് എല്ലാവരും ഓരോ രൂപയും അവർ സമ്പാദിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ വേസ്റ്റ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ ആർക്കും ഇല്ലാതെ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താങ്ക് യു.